ആകാശങ്ങളിലിരിക്കുന്ന പിതാവായ ദൈവമേ, മേരി തോമസിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എന്താണ് മേരി തോമസ്, വളരെ വിഷമത്തിലാണല്ലോ? കപ്പ്യാരെ, എന്റെ കുഞ്ഞനുജൻ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കപ്പ്യാരുടെ പ്രാർത്ഥന സഹായം വേണം. എന്താണ് മേരി തോമസ് കാര്യം? കൃഷ്ണ തുളസി DVD പ്ലെയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് DVD പ്ലെയർ? കൃഷ്ണ തുളസി DVD പ്ലെയർ. കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതല്ല, അതുക്കും മേലെ. എന്നുവെച്ചാ? അത് ഇന്നലെ എന്റെ അനിയൻ കൊണ്ടുവന്ന പാപത്തിന്റെ വിത്തായ DVD പ്ലെയർ ആണ് എന്റെ കപ്പ്യാരെ. മേരി തോമസ് വ്യക്തമായി പറയൂ. ഈ കൃഷ്ണ തുളസി DVD പ്ലെയർ ഒരു സാധാരണ DVD പ്ലെയർ അല്ല. പിന്നെ? മലക്കപ്പാറയിലെ കൊടും വനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ കൊച്ചച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഏത്? അമ്പലത്തിൽ അടിച്ചു കളിക്കാൻ വരുന്ന വാരസ്യാരുടെ പുറകെ നടന്നതിന് അവരുടെ കെട്ടിയോൻ കുണ്ടിക്ക് വെട്ടി കുണ്ടി 4 കഷ്ണായി പോയ ആ കൊച്ചച്ഛനാണോ? ആ, അത് തന്നെ, ആ കൊച്ചച്ഛൻ തന്നെ. ഓ, എനിക്കറിയാം. പുള്ളി സന്യാസിയാവുന്നതിന് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നു എന്ന് കപ്പ്യാർക്ക് അറിയാലോ. സോപ്പ് പെട്ടിയിൽ ക്യാമറ വെക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് കൊടുത്തിരുന്ന ആ കൊച്ചച്ഛനാണോ? ആ, അത് തന്നെ. ഇന്നലെ അദ്ദേഹം തിരിച്ചു വന്നു. മലക്കപ്പാറയുടെ മുകളിൽ കയറിയിരുന്ന പുള്ളി കൊടും തപസ്സിലായിരുന്നല്ലോ. അങ്ങനെ തപസ് ചെയ്ത് പുള്ളിക്ക് ബോറടിച്ച് തിരിച്ചു വരാൻ നേരത്ത് പുള്ളിയുടെ തപസ്സിലെ സംപ്രീതിയായി ഒരു വനദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ വനദേവത ഇപ്പൊ ബാക്കിയുണ്ടോ? കഥയില് ചോദ്യമില്ല കപ്പ്യാരെ. അങ്ങനെ കൊച്ചച്ഛന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ വനദേവത കൊച്ചച്ഛന് കൊടുത്തതാണ് ഈ DVD പ്ലെയർ. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ DVD പ്ലെയറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ഓപ്ഷൻ? അത് സ്ലൈഡ് ഷോയിൽ വ്യൂ ഷോ. എന്നുവെച്ചാ സ്ലൈഡ് ഷോയിൽ വ്യൂ ഷോ കൊടുത്ത അതില് കാണിക്കുന്ന കംപ്ലീറ്റ് വിഷ്വൽസും ഫുൾ ന്യൂഡായിരിക്കും. പിന്നെ? സത്യമാണ് കപ്പ്യാരെ. എന്റെ പ്രാന്തം കുരിശ് മുത്തപ്പ, ലോകം പോകുന്നൊരു പോക്കേ. ഏത് വീഡിയോ ഇട്ടാലും ഫുൾ ന്യൂഡാണോ? ആ കപ്പ്യാരെ, ആ DVD പ്ലെയറിൽ ഏത് വീഡിയോ ഇട്ടാലും ഫുൾ ന്യൂഡായിട്ടാ കാണാ. പിന്നെ? ഞാനെന്തിനാ കപ്പ്യാരോട് കള്ളം പറയുന്നേ? എന്റെ മാതാവേ, 18 തികയാത്ത മേരി തോമസിന്റെ അനിയന്റെ കയ്യിലെങ്ങാനും DVD പ്ലെയർ കിട്ടിയാലെന്നല്ല കപ്പ്യാരെ, കിട്ടിക്കഴിഞ്ഞു. അവന്റെ മനസ്സ് മാറാൻ നമുക്ക് ഇച്ചിരി കുന്തിരിക്കം പുകച്ചാലോ? എന്ത് വേണേലും പുകയ്ക്കാം. എനിക്ക് എന്റെ അനിയനെ പാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. കേട്ടിട്ട് തന്നെ എന്തോ. കർത്താവേ, മേരി തോമസിന്റെ അനിയൻ ചെയ്യുന്നത് എന്തെന്നാ പൈതൽ അറിയുന്നില്ലല്ലോ. അവനോട് പൊറുക്കേണമേ. കപ്പ്യാരെ, അവന് ബോളിവുഡ് നടി മഞ്ജിമ നമ്പ്യാരുടെ കുറച്ച് വീഡിയോസ് എടുത്ത് സ്ലൈഡ് ഷോയിലെ വ്യൂ ഷോ കാണാനുള്ള പ്ലാൻ ഉണ്ട്. കർത്താവേ, മേരി തോമസിന്റെ അനിയൻ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോവുമല്ലോ. ഞാൻ എന്തായാലും അവനൊന്ന് ഉപദേശിക്കാം. ഉപദേശിച്ചാ മാത്രം പോരാ കപ്പ്യാരെ, എന്റെ അനിയനെ അതിൽ നിന്നും ഫുള്ളായിട്ട് പിന്തിരിപ്പിക്കണം. അങ്ങനെ ചെയ്താ കപ്പ്യാർക്ക് കർത്താവിന്റെ നാമത്തിൽ ഞാൻ എന്ത് വേണേലും ചെയ്തു തരാം. ആണോ? ആ കപ്പ്യാരെ, ഈ മേരി തോമസിന് ഒരു വാക്കേ ഉള്ളൂ. എങ്കിൽ മേരി തോമസേ, അവൻ പിന്തിരിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോളൂ. അപ്പൊ ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ എന്താ കപ്പ്യാരെ ചെയ്യേണ്ടത്? അയ്യോ, അതൊന്നും വേണ്ട. പറ കപ്പ്യാരെ. എന്താ ഇപ്പൊ ചോദിക്ക? എന്ത് വേണേലും ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യേണ്ടത്? കപ്പ്യാരെ പറഞ്ഞോളൂ. എന്റെ കയ്യിലൊരു പഴയ DVD ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണത്തിന്റെ DVD. അത് നിങ്ങളുടെ കൃഷ്ണ തുളസി DVD പ്ലെയറിൽ ഒന്ന് ഇട്ടു തരാൻ പറ്റുമോ? കപ്പ്യാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ.